പരിസ്ഥിതി ദിനത്തിൽ നമുക്കൊരു സരസ്വതി അമ്മയെ പരിചയപ്പെടാം. ഔഷധ സസ്യങ്ങളുടെ തോഴി എന്ന് വിശേഷിപ്പിക്കാവുന്ന കൊല്ലം ചവറ സ്വദേശിയായ എസ് സരസ്വതിയമ്മ. ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തന മികവിന് വനം വകുപ്പ് ഏർപ്പെടുത്തിയ വനമിത്ര പുരസ്കാരവും ഈ 74-കാരിയെ തേടിയെത്തിയിട്ടുണ്ട്. തൻ്റെ 74-ാം വയസ്സിലും വീടും പരിസരവും ഔഷധ സസ്യങ്ങളുടെ കലവറയായി തീർത്തിരിക്കുകയാണ് സരസ്വതിയമ്മ. ചവറ പുതുക്കാട് കളീലിൽ വീട്ടുപറമ്പിലാണ് ആരെയും ആകർഷിക്കുന്ന ഈ ശേഖരം. അപൂർവ ഇനത്തിൽപ്പെട്ട 250ഓളം ഔഷധ സസ്യങ്ങൾ ഇവിടെയുണ്ട്. ഒറ്റമൂലികൾ, ഗോത്ര ചികിത്സാ സസ്യങ്ങൾ, അപൂർവ ഇനം ഔഷധ ചെടികൾ എന്നിവ പ്രത്യേകമായി നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. ഏറെ അമൂല്യമായ നാഗവള്ളി, പേവിഷത്തിനുള്ള അങ്കോല തുടങ്ങിയവയും ഇവിടെയുണ്ട്. ഹോമങ്ങളുടെ അവിഭാജ്യ ഘടകമായ മഹാകൂവളം, ഏശംഖു, സോമലത എന്നിവയും കായാമ്പൂ, നാഗമൂലി, നീർമാതളം, പാരിജാതം തുടങ്ങിയവയും ഇവിടെ കാണാം. KSEBയിൽ നിന്നും സീനിയർ സൂപ്രണ്ടായി വിരമിച്ച സരസ്വതിയമ്മ 13 വർഷമായി ജൈവ വൈവിധ്യ സംരക്ഷണ രംഗത്തുണ്ട്. ഈ വെച്ചിട്ട് നമ്മളൊരു 5 ചെടി വെച്ചാൽ മതി. ആ 5 ചെടി അതിനെ നന്നായിട്ട് പരിപാലിച്ച് അത് വൃത്തിയായിട്ട് വളരുന്ന കാണുമ്പോൾ അത് നമുക്കൊരു പൂവുള്ള ചെടി തരുന്നതിനേക്കാൾ സന്തോഷം തരും. അതിനെ കൃത്യമായിട്ട് ഈ 5 എണ്ണം കഴിയുമ്പോൾ ഉടനെ അടുത്തത് കളക്ട് ചെയ്യണമെന്ന് തോന്നും. അപ്പം അങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. മാതൃകാപരമായ പ്രവർത്തനത്തിന് ഒട്ടേറെ ബഹുമതികളും ഈ അമ്മയെ തേടിയെത്തി. അതിലൊന്നാണ് വനം വകുപ്പ് ഏർപ്പെടുത്തിയ വനമിത്ര പുരസ്കാരം. പരിസ്ഥിതി ശാസ്ത്രത്തിൽ PhD നേടിയ മകൾ ഡോക്ടർ വിനീതയ്ക്കൊപ്പം ഔഷധ സസ്യങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സരസ്വതിയമ്മ. ജനം.